ബിന്ദുസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചെമ്മീൻ റോസ്റ്റാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ചെമ്മീൻ റോസ്റ്റ്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ ഒരു 500 ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിലുള്ള ആ ഞാര്, അതിൻ്റെ ചെറിയൊരു കുടൽ കാണും, ഇതിൻ്റെ ഒരു ഞാര് പോലെ, ആ നൂല് പോലെയുള്ളത് അത് ഞാൻ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്, ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കണം, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇത് 3 ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്ത് നമുക്കതൊരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ വളരെ നന്നായി. അപ്പോൾ നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ലതായി ഉപ്പും മുളകൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമുക്കൊരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കാം. ഇത് അരമണിക്കൂർ നേരം ഞാൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. ഇനി നമുക്ക് ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്ത് കോരാം. നമ്മൾ ചെമ്മീനെല്ലാം ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചെമ്മീൻ അധികം വേവില്ല, കാരണം അത് പെട്ടെന്ന് വേവും. ഒരു 2-3 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി, അത് നന്നായിട്ട് വെന്ത് കിട്ടും. അധികം നേരം നമ്മളത് വേവിക്കുമ്പോൾ അത് റബ്ബർ പോലെയാവും. ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കൊരു 2 മിനിറ്റ് നേരം മാത്രം വെച്ചാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം. ഇത് നമ്മൾ വേവിക്കുമ്പോൾ തന്നെ ചെമ്മീനിൻ്റെ വെള്ളം ഇറങ്ങും, അതുകൊണ്ടാണ് ഇത് ഇത്തിരി ലിക്വിഡ് പോലെ കാണുന്നത്. നമുക്ക് 1 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ഇതിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ മസാല തയ്യാറാക്കുന്നതിനുള്ള പാന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാൽ ഞാൻ 3 സവാളയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, വേപ്പില ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ചെമ്മീൻ വറുത്ത വെളിച്ചെണ്ണ തന്നെയാണ് ഞാനിതിൽ ലേശം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, അതിനാണ് ചുവന്ന കളറായിട്ട് ഇരിക്കുന്നത്. ഞാൻ ചെമ്മീൻ ഒരു 600 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്കാണ് ഞാൻ ചെറിയ 3 സവാള എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറി വന്നാൽ കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ 2 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി. ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തിരുമ്പിയിട്ടാണ് പ്രോൺസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ എരിവുള്ള മുളക് പൊടിയുടെ ആവശ്യമില്ല. നമുക്കത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വേവണം. അപ്പോൾ നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി അല്പം ഒന്ന് കുഴഞ്ഞ് വരണം. അതിനേക്കായിട്ട് ഞാനൊരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
നമുക്കത് അടച്ചു വെച്ച് 5 മിനിറ്റ് നേരം വേവിക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായിരുന്നു. ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ 1 മിനിറ്റും കൂടി നമുക്കത് വേവിക്കാം. അതിലേക്ക് ഞാൻ ചെമ്മീനിൽ ഉപ്പും മുളകൊക്കെ തിരുമ്മിയിട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിലേക്ക് തക്കാളിയും സവാളയൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി നന്നായിട്ട് വേവാനുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരും. ആ പാകമാണ് ഇതിൻ്റെ പാകം. നമ്മുടെ ഗ്രേവി എന്തായെന്ന് നോക്കാം. അപ്പം നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അതും കൂടി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച പ്രോൺസ് അതിലിട്ട് കൊടുക്കാം. നമ്മൾ പ്രോൺസ് എല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് നേരം കഴിഞ്ഞ് നമുക്കത് ഓഫാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് ഒരുവിധം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് പകർത്താം.